ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പുരോഗതിയും സംഭവിക്കുന്നില്ല, ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. ആകപ്പാടെ ഈ വിഷയത്തിലെ ഈ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൽ ആകപ്പാട് ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്ന ഏത് കാര്യത്തിനകത്താണെന്ന് അറിയാവോ? ഈ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഉയർത്തിയിട്ടുണ്ട്. 5,00,000 രൂപയായിരുന്നത് 10,00,000 രൂപയായിട്ട് സർക്കാർ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏക പുരോഗതി. ഞാനിത് വനം വകുപ്പിൻ്റെ മാത്രം വീഴ്ചയായി ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കൊരു പൊസിഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കടൽക്ഷോഭം ഉണ്ടാകുന്നു വിചാരിക്കുക, വലിയ കടലാക്രമണം ഉണ്ടാകുന്നു വിചാരിക്കുക. ആ പ്രശ്നം പരിഹരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഫിഷറീസ് വകുപ്പിന് മാത്രമാണോ? അങ്ങനെയാണോ ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുക? ഇപ്പോൾ ഓഖി ദുരന്തം ഉണ്ടായല്ലോ, ആ ദുരന്ത സമയത്ത് സർക്കാരിൻ്റെ എൻറ്റയർ മെഷീനറി പ്രവർത്തിച്ചില്ലേ? ആ രീതിയിൽ ഒരു വലിയ സാമൂഹിക ജീവിത പ്രശ്നമായി മാറിയിരിക്കുകയല്ലേ ഈ പറയുന്ന വന്യജീവികളും മനുഷ്യരായിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത്? അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൊതുവിഷയമല്ലേ ഇത്? എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവാണ് ഈ കാര്യത്തിനകത്ത് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ വീഴ്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീഴ്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇനി ഇരുന്നിട്ട് കാര്യമില്ല. മന്ത്രിയും ആ വകുപ്പും അങ്ങേയറ്റം പരാജയമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല.